മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ്. നേരത്തെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിന് വൻ തിരിച്ചടി. ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ് മുന്നിൽ. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. തൂക്കു മന്ത്രിസഭയ്ക്കാണ് സാധ്യത. ഇമ്മാനുവൽ മാക്രോയുടെ മധ്യപക്ഷ പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിൽ വരുമെന്നായിരുന്നു സർവേ ഫലങ്ങൾ. എന്നാൽ ആ സർവേ ഫലങ്ങളെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ വലിയൊരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യ ഫലസൂചനകൾ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാഷണൽ റാലിയുടെ മുന്നേറ്റമാകും എന്നുള്ളതാണ് എല്ലാ ഫലങ്ങളും സർവേ ഫലങ്ങളും പ്രവചിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം തിരിച്ചടിയായിക്കൊണ്ട് ഇടത് സഖ്യത്തിന്റെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ അത് എടുത്തുചാട്ടമാണ് എന്ന തരത്തിലായിരുന്നു ആഗോളതലത്തിൽ വിലയിരുത്തലുണ്ടായത്. ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായും NR പാർട്ടിക്ക്, അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റം കൊണ്ടാണ് അത്തരത്തിലേക്ക്, നാഷണൽ റാലി പാർട്ടിയുടെ മുന്നേറ്റമാണ് അത്തരത്തിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട്, ഒന്നാം ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് തീവ്ര വലതുപക്ഷ പാർട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. ആകെയുള്ള 577 അംഗ പാർലമെന്റിൽ ഇപ്പോൾ 182 സീറ്റുകളിലാണ് ഇടതുസഖ്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 182 സീറ്റുകളിൽ ഇടതുസഖ്യത്തിന്റെ വിജയം ഉറപ്പാണെന്ന് CNN അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് മാക്രോയുടെ മധ്യപക്ഷ പാർട്ടി, അവർ മാക്രോയുടെ സഖ്യം മുന്നേറിയിരിക്കുന്നു. 163 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ഈ സഖ്യം, പ്രസിഡന്റിന്റെ ഇമ്മാനുവൽ മാക്രോയുടെ സഖ്യം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. അവിടെ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് അവർ എത്തിയിരിക്കുന്നു. തീവ്ര വലത് പാർട്ടിയായ നാഷണൽ റാലി NR 143 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ മുന്നേറുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ NRനുണ്ടായ ഒരു വലിയ മുന്നേറ്റം കൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഫ്രാൻസിൽ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടി അധികാരത്തിലേക്ക് കയറുന്നു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചില ഫലപ്രവചനങ്ങൾ ഒക്കെ വന്നിരുന്നു. ഇമ്മാനുവൽ മാക്രോയുടെയും തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനുള്ള തീരുമാനം തെറ്റായി എന്ന തരത്തിലുള്ള ആഗോളതലത്തിലടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനെല്ലാം മട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ തവണ ഇടതു പാർട്ടികൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതു സഖ്യം നേടിയിരിക്കുന്നത് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഇടതു സഖ്യവും അതോടൊപ്പം തന്നെ മാരിൻ ലേപ്പയും ജോർദാൻ ബെർഡലിനെയും നയിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ, അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ പാർട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നാഷണൽ റാലി, അതോടൊപ്പം തന്നെ ഇമ്മാനുവൽ മാക്രോയുടെ റിനൈസൻസ് പാർട്ടി, അതൊരു മിതവാദി സഖ്യം എന്നാണ്. ഈ രണ്ട് പക്ഷത്തിനും, തീവ്ര വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ മൂന്ന് പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിൽ പ്രധാനമായും, അങ്ങനെ മൂന്ന് പക്ഷങ്ങളായി നിൽക്കുന്ന സഖ്യങ്ങൾ, വിവിധ പാർട്ടികളുടെ സഖ്യങ്ങൾ ചേർന്നാണ് ഫ്രാൻസിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് വലിയ മുന്നേറ്റമുണ്ടായതിനെ തുടർന്നാണ് ഇടതു സഖ്യവും അതോടൊപ്പം തന്നെ ഈ മിതവാദി സഖ്യവും മാക്രോയുടെ സഖ്യവും തമ്മിൽ ചില സീറ്റുകളിലെങ്കിലും ധാരണയുണ്ടാക്കിയിരുന്നു. ചില സീറ്റുകളിൽ നിന്ന് അവർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. 80ഓളം സ്ഥാനാർത്ഥികളാണ് അങ്ങനെ ഇത്തരത്തിൽ പിൻവലിക്കപ്പെട്ടത്. ഫ്രാൻസിന്റെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും തീവ്ര വലതുപക്ഷ നിലപാടുകൾക്ക് അവിടെ അധികാരത്തിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. മിതവാദി സഖ്യത്തിനോ ഇടതു സഖ്യത്തിനോ ഒക്കെയുള്ള പാർട്ടികൾക്കാണ് പലപ്പോഴും അവിടെ അധികാരത്തിലേറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫ്രാൻസ് അങ്ങനെ വലതുപക്ഷത്തിലേക്ക്, തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ വലിയ വോട്ടിംഗ് ശതമാനത്തിലടക്കം വലിയ പ്രതികരണമാണ്. 1977 ശേഷം നടന്ന ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനം കൂടിയായിരുന്നു ഫ്രാൻസിൽ ഇത്തവണ ഉണ്ടായത്. അതിൽ ഇടതു സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. 182 സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആകെ വേണ്ടത് 577 അംഗ പാർലമെന്റിൽ 289 സീറ്റാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം നേടാനുള്ള 289 സീറ്റ് ഈ മൂന്ന് സഖ്യത്തിനുമില്ല. ഏറ്റവും കൂടുതൽ നേടിയ ഇടതു സഖ്യത്തിന് 182 സീറ്റുകളും മാക്രോയുടെ പാർട്ടിക്ക് സഖ്യത്തിന് 163 സീറ്റുകളും തീവ്ര വലതുപക്ഷ പാർട്ടിയായ NRന് 143 സീറ്റുകളുമാണുള്ളത്. സ്വാഭാവികമായും ഇടതു സഖ്യവും മാക്രോയുടെ സഖ്യവും ചേർന്നുള്ള ഒരു ഭരണത്തിനാണ്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു സർക്കാരിലേക്കുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇമ്മാനുവൽ മാക്രോയ്ക്ക് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല. അദ്ദേഹത്തിന് 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തു തന്നെയായാലും താൻ രാജിവെക്കില്ല എന്ന് അദ്ദേഹവും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ ഇങ്ങനെ ഈ തരത്തിലേക്ക് ഇടതു സഖ്യത്തിന് ഫലപ്രവചനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇടതു സഖ്യത്തിനുണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് യൂറോയുടെ തകർച്ച, ലോഹരി വിപണിയിൽ യൂറോയ്ക്ക് തകർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയായ NRന്റെ പ്രവർത്തകർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. അത്തരം കലാപങ്ങളുമൊക്കെ ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം കേരളത്തിൽ മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒന്ന്,
ഈ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവർ ഈ കേരളത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. മാഹിയിൽ 30ഓളം ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴുമുണ്ട്. ഇന്ത്യൻ പൗരത്വമില്ലാതെ ഫ്രഞ്ച് പൗരത്വം സൂക്ഷിക്കുന്ന 30ഓളം പേർ ഇപ്പോഴും മാഹിയിലുണ്ട്. അവരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു. തീർച്ചയായും കിരൺ ബാബുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം